പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ വസ്തുതാപരമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് നെന്മാറ MLA കെ ബാബു. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ വന്നത് അവരുടെ അഭിപ്രായമാണെന്നും കുട്ടിക്ക് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും കെ ബാബു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. DMO നേരിട്ട് തന്നെ ഇത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ 2 ഡോക്ടർമാർ, പത്മനാഭൻ അതുപോലെ കാവ്യ എന്ന് പറയുന്ന ആദ്യത്തെ 2 ഡോക്ടർമാരെ പറഞ്ഞു വിട്ടിരുന്നു പ്രാഥമികമായി. പിന്നീട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടറും മറ്റൊരു ഡോക്ടർ ഉൾപ്പെടെ 2 പേരെ വീണ്ടും പറഞ്ഞു വിട്ടിരുന്നു. ആ റിപ്പോർട്ട് അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെയൊരു അഭിപ്രായം KGMയാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അവരുടെ അഭിപ്രായമാണ്. ഇതിൽ ഒരു ഡോക്ടറെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഉണ്ടാകുമ്പോൾ മുട്ടുകാൽ ശസ്ത്രക്രിയ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇപ്പോഴുള്ള സൗകര്യത്തിലല്ല, മുൻപേയുള്ള സൗകര്യത്തിൽ വലിയ വാർത്തയും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമാണ്. സ്വാഭാവികമായി എന്താണ് അത്തരത്തിലൊരു പിഴവുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആധികാരികമായി പറയാൻ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒറ്റയടിക്ക് അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. കാരണം മെഡിക്കൽ ടീമിൻ്റെ പരിശോധനയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിലൊരു അഭിപ്രായം പറയാൻ പാടുള്ളൂ. പക്ഷേ എന്തായാലും ആ രക്ഷിതാക്കളുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഇനി തൃപ്തികരമല്ലാത്തൊരു റിപ്പോർട്ടാണെങ്കിൽ ഇത് എൻക്വയറി നടത്താൻ പറ്റാവുന്ന ഒരു മെഡിക്കൽ ടീമിനെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും SC കുട്ടിയായതുകൊണ്ട് തന്നെ SC മിനിസ്റ്ററും വിദ്യാഭ്യാസം 4 വയസ്സും 4ാം ക്ലാസ്സിൽ 9 വയസ്സ് പ്രായമുള്ള കുട്ടിയാണല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അവരെ കണ്ട് ആവശ്യമായ രൂപത്തിലൊരു ഇടപെടൽ ഉണ്ടാവും. മറ്റൊന്ന് ഇനി ചികിത്സയാണ്, ഫർദർ ചികിത്സയാണ് അവർക്ക് വേണ്ടത്. അതിനാവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഗവൺമെൻറ്റിനെ കൊണ്ടും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാടും ഉണ്ടാവും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എല്ലാവിധ സഹായങ്ങളും അതോടൊപ്പം തന്നെ പിന്തുണയും ഉറപ്പാക്കുമെന്നാണ് പാലക്കാട് നെന്മാറ MLA കൂടിയായിട്ടുള്ള കെ ബാബു ന്യൂസ് മലയാളത്തോട് സൂചിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്നും അനൽക സെയ്ദ്, ന്യൂസ് മലയാളം.